നമ്മൾ ഈ കാണുന്നത് ഇത് ഉണങ്ങി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയാണ്. നമുക്കിത് വെറുതെ വെള്ളത്തിലിട്ടൊന്ന് കഴുകി വാരി കറി വയ്ക്കാം അല്ലേ. സാധാരണ പച്ച ക്യാരറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇത് നമ്മൾ ഈ കാണുന്ന ഉണങ്ങിയ ക്യാരറ്റ് വെള്ളത്തിലിട്ടപ്പോൾ കിട്ടിയ പച്ച ക്യാരറ്റാണ്. ഇത് വെറുതെ ഡ്രയറിൽ. ഹലോ നമസ്കാരം, ഞാൻ സുധീഷ്. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് എങ്ങനെ ഒരു സംരംഭം തുടങ്ങാം, അതായത് ഓരോ കർഷകർക്കും ഓരോ വീട്ടമ്മമാർക്കും എങ്ങനെ ഒരു സംരംഭം തുടങ്ങാം. വളരെ സിമ്പിളായിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ സംരംഭം എങ്ങനെ തുടങ്ങാമെന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾക്ക് ഒരു സീസണാണെന്ന് വിചാരിക്കും. ഇപ്പോൾ റംബൂട്ടാൻ്റെ സീസൺ, അല്ലെങ്കിൽ മാങ്ങയുടെ സീസൺ, അല്ലെങ്കിൽ ചക്കപ്പഴത്തിൻ്റെ സീസണാണ്. ഒന്നുമല്ല, വീട്ടിൽ കുറേ തക്കാളി ഉണ്ടായി, കുറേ പച്ചക്കറി ഉണ്ടായി. ഇത് നമുക്ക് ഒരു 2 ദിവസം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് കഴിക്കാമെന്നുള്ളതല്ല. അതിനപ്പുറം നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല. സോ ഇതെങ്ങനെ നമുക്ക് വാല്യൂ ആഡഡ് പ്രൊഡക്റ്റാക്കി മാർക്കറ്റിലേക്ക് എത്തിക്കാം. വളരെ സിമ്പിളാണ് ഇത്. നമുക്ക് അതായത് പച്ചക്കറി നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പച്ചക്കറി എങ്ങനെ ഉണങ്ങി സൂക്ഷിക്കാം എന്ന് നമ്മൾ അധികം കേട്ടുകേൾവില്ലാത്തൊരു കാര്യമാണ്. എന്നാൽ ഇനി മുതൽ പച്ചക്കറി അല്ലെങ്കിൽ മാങ്ങാപ്പഴം അല്ലെങ്കിൽ ചക്കപ്പഴം എല്ലാം ഉണങ്ങി സൂക്ഷിക്കാം. അങ്ങനെ ഒരു സംരംഭം വേണമെങ്കിൽ തുടങ്ങാം. അതല്ല, വീട്ടുകാർക്ക് വേണമെങ്കിൽ ഇങ്ങനെ വാങ്ങി നമുക്ക് മറ്റൊരു ദിവസത്തേക്ക് ഇത് സൂക്ഷിച്ച് വെക്കുന്നതിന് പര്യാപ്തമാകുന്ന രീതിയിൽ ഉണങ്ങി സൂക്ഷിക്കാൻ സാധിക്കും. അതെങ്ങനെ, അതിന് എത്രമാത്രം ക്വാളിറ്റി ഉണ്ടെന്നാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് തൃശ്ശൂർ അടുത്തുള്ള സ്ഥലത്താണ്. മെഷീൻ ഹബിലാണ് എത്തിയിരിക്കുന്നത്. മെഷീൻ ഹബ് എന്ന് പറഞ്ഞാൽ കർഷകർക്ക്, പ്രത്യേകിച്ച് ഒരു സംരംഭം തുടങ്ങുന്ന ആൾക്കാർക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ സഞ്ജു, മെഷീൻ ഹബിലെ സഞ്ജു അല്ലേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. സുഖമായിരിക്കുന്നു. നമ്മൾ ഈ 21,000 രൂപയ്ക്ക് ഒരു ബിസിനസ് തുടങ്ങാം, അതിലൊരു സംരംഭം തുടങ്ങാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യുവാക്കളായാലും വീട്ടമ്മമാരായാലും ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത്രയും കുറഞ്ഞ ഒരു മുതൽമുടക്കിൽ ഗ്യാരണ്ടിയോട് കൂടിയുള്ള ഒരു ബിസിനസ്സാണ് നമുക്ക് തുടങ്ങാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു ചെറിയ ഡ്രയറിൽ നിന്നും ഇതിലെന്താ ഉണങ്ങാൻ മേലാത്തതെന്ന് പറയാമോ? ഇതിലെല്ലാം നമുക്ക് ഉണക്കാനായിട്ട് പറ്റും. എല്ലാം ഒരു ബിസിനസ് അല്ല, നമുക്ക് പലതരത്തിലുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഉറപ്പായിട്ടും. അതിപ്പോൾ ഓരോരുത്തരുടെ ഐഡിയപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നമ്മളിവിടെ ബേസിക്കലി എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഉണങ്ങി നോക്കിയിട്ടുള്ളത്, ഉണങ്ങുന്നത് നമ്മുടെ ഈ ഡ്രയറിൽ ഞാൻ പറയുകയാണെങ്കിൽ പച്ചക്കറികൾ, പഴങ്ങള്, മീന്, ഇറച്ചി, മുളക്, മല്ലി, നാളികേരം, പിന്നെ ജാതിപ്പത്രി, കുരുമുളക്, എല്ലാവിധ സാധനങ്ങളും ഉണങ്ങാം. ഇവരുടെ ഈ ഡ്രയറിൻ്റെ ഒരു പ്രത്യേകത, 22,000 രൂപയുടെ ഡ്രയർ വാങ്ങി ഉണങ്ങിയാൽ പച്ചക്കറി ഇവരൊക്കെ പറയുന്നത്, ഇപ്പോൾ നമ്മൾ ക്യാരറ്റ് ഉണങ്ങി വയ്ക്കുന്നു, അല്ലെങ്കിൽ ചക്ക ഉണങ്ങി വയ്ക്കുന്നു, ഇത് തിരിച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ റീഫോം ചെയ്ത് വീണ്ടും നമ്മൾ നോർമൽ ചക്ക എങ്ങനെയാണോ ക്യാരറ്റ് എങ്ങനെയാണോ അതേപോലെ ആവുന്നു. അതായത് ഇപ്പോൾ നമുക്കിവിടെ ചക്ക സീസണാണ്, നമ്മുടെ മക്കളിവിടെ ഇല്ല, കുട്ടികളിവിടെ ഇല്ല. അവർക്ക് ചക്ക വരുമ്പോൾ കഴിക്കണമെങ്കിൽ ഈ സാധനത്തിൽ ഉണങ്ങി വെച്ചാൽ മതി. അല്ലാണ്ട് വലിയ ഫ്രിഡ്ജൊന്നും മേടിച്ച് അരിഞ്ഞുണങ്ങി സൂക്ഷിക്കേണ്ട കഥയേ ഇല്ല. ഉണങ്ങി സൂക്ഷിക്കാം സിമ്പിളായിട്ട്. ഓക്കെ, ഇതിൽ നമുക്ക് എത്ര സമയം എടുക്കപ്പെടുന്നുണ്ട്? നമുക്കൊരു ഫ്രൂട്ട്സ്, ഇപ്പോൾ എക്സാമ്പിൾ ചക്ക അല്ലെങ്കിൽ ക്യാരറ്റ് ഉണങ്ങാൻ. ക്യാരറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 8 to 12 hours. അതിന്റെ തിക്നെസ് അനുസരിച്ചിട്ട് ഓരോ ഓരോ പ്രൊഡക്റ്റിന്റെയും ടൈമിംഗ് വരിക അതിന്റെ വാട്ടർ കണ്ടന്റ് അനുസരിച്ചിട്ടായിരിക്കും. വാട്ടർ കണ്ടന്റ് വളരെ കുറവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോ എന്താ പറയുക, ഇല ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ, ഇപ്പൊ ഈ മല്ലിയിലൊക്കെ ആണെങ്കിൽ വാട്ടർ കണ്ടന്റ് വളരെ കുറവായിരിക്കുമല്ലോ. അപ്പൊ ഒരു 2-3 മണിക്കൂർ കൊണ്ട് തന്നെ അത് ഉണങ്ങി കിട്ടും. നമുക്ക് കറിവേപ്പിലൊക്കെ ഉണങ്ങി വെക്കാം. ഇപ്പൊ ഒരു സീസൺ, ഇപ്പൊ കറിവേപ്പില സീസണായി കറിവേപ്പില പുല്ല് പറിക്കുക, ഉണങ്ങി വെക്കുക, ഒരു ടാസ്കും ഇല്ല. അതിപ്പോ എന്താ പറയാ, ടൗണിലൊക്കെ താമസിക്കുന്നവരാണ്, അവർക്ക് കറിവേപ്പിലൊക്കെ ഇപ്പൊ അടിയിൽ പോയി, ഫ്ലാറ്റിൽ അടിയിൽ പോയി കടയിൽ പോയി വാങ്ങണം ഇല്ല. സുഹൃത്തെ, ഈ ടൗണിൽ താമസിക്കുന്ന ഒരാളുടെ വീട് ഇടുക്കിയില്ല അല്ലെങ്കിൽ അതുള്ള സ്ഥലങ്ങളാണെന്ന് വിചാരിക്കുക. അവിടെ ഇഷ്ടംപോലെ കറിവേപ്പിലുണ്ട്, പക്ഷെ ഫ്ലാറ്റിലില്ല. പോയിട്ട് വരുമ്പോൾ നമ്മൾ കുറച്ചൊരു കവർ കഴിച്ച് പൊതിഞ്ഞു വിട്ടുകൊണ്ട് വരുന്നു. ഇത് മാറ്റിയിട്ട് നമുക്ക് അവിടെ നിന്ന് ഉണങ്ങി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആവശ്യം പോലെ ഉപയോഗിക്കാം. എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളൂ അല്ലേ. നമുക്ക് ഉണക്കി പാക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അതിനൊരു 6 to 8 മാസം വരെ നമുക്കത് സുഖമായിട്ട് ഉപയോഗിക്കാം. ഈ ഫ്രൂട്ട്സ് ഉണങ്ങി അതൊരു വലിയ ഒരു കച്ചവട സാധ്യതയാണ്. അതായത് ഇപ്പോൾ ഈ റംബൂട്ടാൻ, അതേപോലെ പഴങ്ങൾ, ഏത്തപ്പഴം, ചെറുപഴം, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് വളരെ കൂടുതലുള്ളൊരു സമയമാണ്. അതിൽ തന്നെ മാങ്ങാപ്പഴം, ഇതെല്ലാം നമുക്ക്, പൈനാപ്പിൾ, ഇതെല്ലാം നമുക്ക് ഉണങ്ങി വയ്ക്കാൻ സാധിക്കും. എന്നിട്ട് ഡ്രൈ ഫ്രൂട്ട് ആയിട്ട് കഴിക്കും. ഡ്രൈ ഫ്രൂട്ട്സ് പോലെ കഴിക്കാം. ഇപ്പൊ പൈനാപ്പിളൊക്കെ നമുക്ക് സീസണിലൊരു ഏറിപ്പോയ ഒരു 30 രൂപ 35 രൂപ കിലോയ്ക്ക് നമ്മൾ വില വരുന്നുള്ളൂ. അത് നമ്മൾ ബൾക്കായിട്ട് മേടിച്ച് നമ്മൾ ഡ്രൈ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് പൈനാപ്പിൾ നമ്മളിപ്പോൾ ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് സീസണിലൊക്കെ വില കുറവിന് നല്ല പൈനാപ്പിൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു വാല്യൂ ആഡ് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. മനസ്സിലായി.
ഇപ്പോൾ പൈനാപ്പിൾ ഡ്രൈ ചെയ്ത പൈനാപ്പിളൊക്കെ മാർക്കറ്റിൽ നല്ല വിലയാണ്. മനസ്സിലായി. അപ്പം അതും നല്ല ക്വാളിറ്റി ഉള്ള നമുക്ക് എന്താ പറയുക അത്രയും എന്താ പറയുക ഹൈജീനിക് ആയിട്ട് നമുക്ക് ചെയ്ത പൈനാപ്പിൾ നമുക്ക് വിശ്വസിച്ച് സെയിൽ ചെയ്യാനും പറ്റും. നമുക്ക് വേണമെങ്കിൽ ഇപ്പം നമ്മുടെ തൊടിയിൽ നമ്മുടെ പറമ്പിലുണ്ടാകുന്ന ഒരു 10 പൈനാപ്പിൾ ഉണ്ടായി, അതിപ്പോൾ അറ്റ് എ ടൈം പഴുത്തു. എല്ലാവരുടെയും പ്രശ്നം അതാണ്. മറ്റേ എന്താ മാമ്പഴം പഴക്കും കാക്കയ്ക്ക് വായ്പണം എന്ന് പറയുന്ന അവസ്ഥയാണ്. ഈ സാധനം ഉണ്ടാകുന്ന സമയത്ത് വീട്ടിലാരും ഉണ്ടാവില്ല, അല്ലെങ്കിൽ കുട്ടികൾ പുറത്തായിരിക്കും, കേടായിപ്പോൾ ഒരുമിച്ച് കേടായി പോകുന്നൊരു സംവിധാനമുണ്ട്. ഇത് സുഖമായിട്ട് എടുക്കാൻ ട്രൈ ചെയ്ത് വയ്ക്കുക, ആവശ്യമുള്ളപ്പോൾ എടുത്ത് കഴിക്കാം. ഇതിനൊക്കെ അപ്പുറം നമുക്ക് ഈ സംരംഭം തുടങ്ങാൻ ഈ ഒരു ഡ്രയർ വാങ്ങിയാൽ നമുക്ക് സുഖമായിട്ടും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണങ്ങി പാക്കറ്റിലാക്കി സെയിൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ എക്സ്പോർട്ട് ചെയ്യാനും പറ്റും. നമുക്ക് പഴമൊക്കെ ആണെങ്കിൽ എക്സ്പോർട്ട് ഭയങ്കര നല്ല ഡിമാൻഡുള്ളതാണ്. ഉറപ്പായും നമ്മൾ നല്ല പഴം, നേന്ത്രപ്പഴം, നല്ല പഴുത്ത പഴം നമ്മൾ ഡ്രൈ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്താ പറയുക ഒറിജിനൽ ടേസ്റ്റിനേക്കാളും കൂടുതൽ ടേസ്റ്റ് നമുക്കത് കഴിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഓൾറെഡി പഴം ഉണക്കി വെച്ചിട്ടുണ്ട്, മധുരം കൂടും. തീർച്ചയായിട്ടും ഒന്ന് കഴിച്ച് നോക്കുക, ഉറപ്പായിട്ടും മധുരം ഡെഫിനറ്റ്ലി കൂടും. കാരണം വാട്ടർ കണ്ടന്റ് എല്ലാം പോയി ഉള്ള മധുരമൊക്കെ ഒന്ന് മധുരം മാത്രമായിട്ടിരിക്കും. നമ്മളിപ്പോൾ എന്താ പറയുക ഡ്രൈ ഫ്രൂട്ട്സിൽ ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് കഴിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. അതെ, അത് ശരിയാണ്, സത്യമാണ്. ഞാൻ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഉറപ്പായിട്ടും പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യങ്ങൾ തോന്നിയത് നമ്മൾ ഈ ഇലകൾ, ഈ മുരിങ്ങയിലയൊക്കെ ഉണങ്ങി വെച്ചേക്കുന്നു, അത് നമുക്ക് വീണ്ടും റീയൂസബിൾ ആണോ? റീയൂസബിൾ ആണ്. മുരിങ്ങയില പിന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയ ആണ്. മുരിങ്ങയില ഇപ്പം നമ്മൾ ട്രൈ ചെയ്ത് ഇപ്പോൾ പൊടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല ഡിമാൻഡിലാണ് മാർക്കറ്റിലൊക്കെ. ഇപ്പം എക്സ്പോർട്ട് ചെയ്യാനാണെങ്കിലും ഇപ്പൊ മുരിങ്ങയില ടീ ബാഗ്സ് ഒക്കെ വരുന്നുണ്ട്. നമ്മളിപ്പോ ഈ ചായ ചെറിയ ടീ ബാഗ്സ് കണ്ടിട്ടില്ലേ, അതേപോലെ മുരിങ്ങയില ടീ ബാഗ്സ് വരുന്നുണ്ട്. മുരിങ്ങയില നമുക്ക് ഒരുപാട് മുരിങ്ങയില ചായ പോലെ, മുരിങ്ങയില ചായ തേയില ചായയല്ല, മുരിങ്ങയില ചായ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് മുരിങ്ങയില ഡ്രൈ ചെയ്ത് ഉപയോഗിക്കാൻ ഇത്ര ഡ്രൈയേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ നമുക്കിപ്പോ ഈ മുരിങ്ങയില നമുക്കിപ്പോ പുറം രാജ്യങ്ങളിൽ ഇപ്പൊ UK, US അല്ലെങ്കിൽ യൂറോപ്പ്, ഇപ്പൊ നമ്മുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പൊ നമ്മുടെ കുട്ടികളായാലും ഇപ്പൊ പുറത്താണുള്ളത്. പഠിക്കാനായാലും ബാക്കി കാര്യങ്ങൾക്കായാലും പുറത്താണ് പോകുന്നത്. മനസ്സിലായി. അപ്പൊ അവർക്കൊക്കെ നമുക്ക് ഇപ്പോൾ മുരിങ്ങയിലൊക്കെ പുറത്ത് അത്ര അവൈലബിലിറ്റി ഉണ്ടാവണമെന്നില്ല. മനസ്സിലായി. അപ്പൊ അവർക്ക് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് പൊടിച്ച് നമ്മൾ വീട്ടിലൊരു മുരിങ്ങ വീട്ടിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ഡ്രയറിൽ വെച്ച് ഉണക്കി അവർക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാന്നുള്ളതാണ്. അവിടെ പോയിട്ട് നമുക്ക് സാധാരണ പോലെ നമുക്ക് കറി തക്കാളിക്കൊക്കെ കിലോ 5 കിലോ 10 രൂപ, 5 കിലോയ്ക്ക് 50 രൂപ ഒക്കെ വരുന്ന സമയത്ത് തക്കാളി മേടിച്ച് വട്ടം കടിച്ച് ട്രൈ ചെയ്ത് വെക്കുക, ആവശ്യമുള്ളപ്പെടുത്ത് വെള്ളത്തിലിട്ട് കറി വയ്ക്കുക. സംഭവം സിമ്പിള്, വിലക്കയറ്റം നമ്മളെ ബാധിക്കുകയില്ല. ശരിയല്ലേ? നമുക്ക് എന്താ പറയാ ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അതിന്റെ സീസൺ ആകുമ്പോൾ അതിന്റെ റേറ്റ് കുറയുന്ന സമയത്ത് നമ്മൾ മേടിച്ച് ട്രൈ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് കൂടുന്ന സമയത്ത് നമുക്ക് സുഖമായി ചെയ്യാനായിട്ടും പറ്റും. നേരത്തെ ഇത്തിരി മത്തി മേടിച്ച് വയ്ക്കേണ്ടതായിരുന്നു, ഇപ്പോഴത്തെ മത്തിയുടെ വില. ഓക്കെ, അതേപോലെ തന്നെ സഞ്ജു, നമ്മുടെ ഈ കടൽപ്പുറ തീരദേശ പ്രദേശങ്ങൾ ഒരുപാട് വീട്ടമ്മമാർ ഉണ്ട്. ഇവർക്കൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ആയിട്ട് മീൻ ഉണങ്ങി കൊടുക്കാൻ സാധിക്കുന്നില്ല. ശരിയല്ലേ? ഇപ്പൊ ചെമ്മീനോ കൊഞ്ചോ മറ്റു മീനുകളോ ഒന്നും നമുക്ക് ക്വാളിറ്റിയോട് കൂടി, അതായത് അതേ രീതിയിൽ തന്നെ കിട്ടുന്ന രീതിയിൽ ഉണങ്ങി കൊടുക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ നമ്മൾ പുറത്ത് ഉണങ്ങാടുമ്പോൾ കാറ്റ്, പൊടി, ചെളി ഇതെല്ലാം കാരണം ഡേറ്റ് ആവും, അപ്പോൾ ലൈസൻസ് ലഭിക്കാതെ വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് ഇതിൻ്റെ അത് ചെമ്മീൻ പോലുള്ള സാധനങ്ങൾ ഉണങ്ങാൻ സാധിക്കുമോ? അതൊന്ന് കാണിക്കാമോ? ചെമ്മീൻ ഉണക്കാം. നമ്മൾ ഓൾറെഡി ചെമ്മീൻ ഉണക്കിയതിന്റെ സാമ്പിൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഉണങ്ങിയതാണ്. എത്ര സമയം വരെ ചെമ്മീൻ പോലുള്ള സാധനങ്ങൾ, ചെമ്മീൻ പോലുള്ള സംഭവങ്ങൾ മാംസമുള്ളതാണോ? അപ്പോൾ എത്ര സമയം വരെ എടുക്കാറുണ്ട്? അതിന്റെ തിക്നെസ് അനുസരിച്ചായിരിക്കും. ഇപ്പൊ നമ്മൾ ഫിഷ് ഒക്കെ ആണെങ്കിൽ അതിന്റെ തിക്നെസ് അനുസരിച്ചായിരിക്കും. ഇപ്പൊ ചെറിയ മീൻ, ഇപ്പൊ ചെമ്മീനൊക്കെ ആണെങ്കിൽ ഒരു 8 to 12 hours ഉണങ്ങി കിട്ടും. ഈ ഒരു ദിവസം, അതായത് 8 to 12 hours നമുക്ക് എല്ലാം ആവറേജ് വരുന്നുണ്ട്. ഇത്ര സമയം വർക്ക് ചെയ്യാൻ എത്ര കറണ്ട് ആവും? നമ്മുടെ ഏറ്റവും ചെറിയ മെഷീനാണെങ്കിൽ നമുക്ക് 1/2 യൂണിറ്റ് താഴെ മണിക്കൂറിൽ കറണ്ട് വരുന്നുള്ളൂ. അത് ഒരു മണിക്കൂറിൽ 1/2 യൂണിറ്റ് താഴെ 550 വാട്ട്സാണ് മെഷീന്റെ പവർ കൺസംഷൻ. ഓക്കെ, അതിൽ നമുക്ക് ഓട്ടോ കട്ട് ഓഫ് സംഭവം നമ്മുടെ മെഷീൻ വരുന്നുണ്ട്. അപ്പോൾ ഇൻകേസ് ടെമ്പറേച്ചർ അത് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആവും. എങ്ങനെ പോയാലും 1/2 യൂണിറ്റ് കറണ്ട് ഒരു മണിക്കൂറിലാവുന്നുള്ളൂ. അപ്പോൾ 8 മണിക്കൂറിന് 4 യൂണിറ്റ് കറണ്ട് ആവുന്നുള്ളൂ. അത് നമുക്ക് ക്വാളിറ്റിയാണ്. നമ്മളിപ്പോ എന്താ പറയാ ചെമ്മീനൊക്കെ അതേ നല്ല റെഡ് കളർ തന്നെ നല്ല ക്വാളിറ്റി നമുക്ക് ഉണക്കിയെടുക്കാനായിട്ട് പറ്റും. കളർ നഷ്ടപ്പെടുന്നില്ല. നമുക്ക് ഹൈ ക്വാളിറ്റി ചെമ്മീൻ മാർക്കറ്റിൽ പല ക്വാളിറ്റിയിലുള്ള ചെമ്മീൻ ഉണ്ടാവും. അതിൽ ഏറ്റവും ഹൈ ക്വാളിറ്റി ചെമ്മീൻ നമുക്ക് ഇതിൽ ഡ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. മനസ്സിലായി. അതുപോലെ തന്നെ ചെമ്മീൻ മാത്രമല്ല, ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള എല്ലാ മീനും മാംസമായാലും ഇപ്പൊ ഇടിയിറച്ചിയൊക്കെ, നമ്മുടെ അടുത്ത് ഒരുപാട് പേര് മെഷീൻ എടുത്ത് ഇടിയിറച്ചി ഉണ്ടാക്കാൻ ശരിക്കും നല്ലൊരു ആശയമാണ്. നല്ല ആശയമാണ്. ഇപ്പൊ ഈ കോട്ടയം ഭാഗത്തൊക്കെ ഒരുപാട് നമ്മുടെ കസ്റ്റമേഴ്സ് എടുത്ത് ഇടിയിറച്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഈ ഡ്രയറിന്റെ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഒന്ന് സ്റ്റെയിൻലെസ് സ്റ്റീൽ കംപ്ലീറ്റ്, അതിലൊന്ന് വുഡാണ് പുറത്തല്ല വരുന്നത്. ട്രേകൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ, അതെങ്ങനെയാണ്? അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ട്രേസിൽ തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്. മൈൽഡ് സ്റ്റീലും ഒന്ന് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. മൈൽഡ് സ്റ്റീൽ ആകുമ്പോൾ നമുക്ക് അതിൽ എന്താ പറയാ നാളികേരം, ജാതിക്ക, ജാതിപത്രി, വാട്ടർ കണ്ടന്റ് അങ്ങനെയുള്ള ഐറ്റംസ്
ഐറ്റംസ് മാത്രം ഉണക്കാനായിട്ട് പറ്റത്തുള്ളൂ. മനസ്സിലായി. നമുക്കിപ്പോൾ ഫുഡ് ഐറ്റംസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അങ്ങനെ ഉണക്കാണെന്നുണ്ടെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ വേണം നമുക്ക്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയാണോ ഈ 22,000 രൂപ വരുന്നത്? 21,000 വരുന്നത് നമ്മുടെ നോർമൽ സ്റ്റാർട്ടിംഗ് മെഷീനാണ്. സ്റ്റാർട്ടിംഗ് മെഷീൻ അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ല, അത് മൈൽഡ് സ്റ്റീൽ. മൈൽഡ് സ്റ്റീൽ, നാളികേരം അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. ആ സാധനം സ്റ്റെയിൻലെസ് സ്റ്റീലിലേക്ക് മാറുമ്പോൾ എത്ര രൂപ വരെ? സ്റ്റെയിൻലെസ് സ്റ്റീലിലേക്ക് വരുമ്പോൾ 28,000 രൂപയാണ് വരിക. 28,000 രൂപ. അതിൽ നമുക്ക് 3 ട്രേസ് ഉണ്ടാവും. 304 ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരിക അതിൽ. ഓക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവിധ സാധനം നല്ല ക്വാളിറ്റിയിൽ ഉണക്കിയെടുക്കാനായിട്ട് വരും. ഓക്കെ. അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഇന്ത്യൻ മെയ്ഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ചൈനയിലത്തെ സ്റ്റെയിൻലെസ് സ്റ്റീലും നല്ല ക്വാളിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നമ്മൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. പഴുത്ത ഉണങ്ങി വെക്കുന്നത് കാര്യം പറഞ്ഞതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ പച്ച കായൊക്കെ നമ്മൾ കുട്ടികൾക്ക് പൊടിച്ചു കൊടുക്കുന്ന ശീലമുണ്ടല്ലോ, അതൊക്കെ നമുക്കപ്പോൾ കട്ട് ചെയ്ത് ഉണങ്ങി വയ്ക്കാൻ സാധിക്കും. ഉണങ്ങി വെക്കാം. നമുക്കിപ്പോൾ പച്ചക്കായ ഉണക്കി നമുക്കിപ്പോൾ കുന്നങ്കായ, കണ്ണങ്കായ എന്നൊക്കെ പറയുന്ന കായ ഉണക്കിയിട്ട് നമുക്ക് പൊടിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. ചെറിയ കുട്ടികൾക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക, അതിൻ്റെ എന്താ പറയുക, ക്വാളിറ്റി ഫുഡ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വിഷമില്ലാത്ത ഫുഡ്. അതെ. അപ്പോൾ നമുക്ക് പുറത്തുനിന്നൊക്കെ നമ്മൾ പാക്കറ്റുകളിൽ ഇങ്ങനത്തെ പൊടികളൊക്കെ നമ്മൾ മേടിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ എന്തോരം നമുക്ക് എന്താ പറയുക, എന്താണ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് പൊടിച്ച് ഉപയോഗിക്കാൻ എന്നുള്ളത്. അതിൽ എത്രമാത്രം നമ്മൾ ക്വാളിറ്റി ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. പുറത്തുനിന്ന് മേടിക്കുന്ന ഓരോ പാക്കറ്റുകൾ. ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നമ്മളൊരു 10 എൻ്റെ വീട്ടിൽ സ്വന്തമായിട്ട് ഓർഗാനിക് പച്ചക്കറി തോട്ടമുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഞാൻ പച്ചക്കറി ഉണ്ടാക്കി. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരുടെയും കാര്യമല്ല, ചില ആൾക്കാരെങ്കിലും ഒരു 10 ചൂട് തക്കാളി ഇതെല്ലാം ഒരേ സമയത്തുണ്ടായി, ഒരേപോലെ ഉണ്ടായി, അവർ മാക്സിമം യൂസ് ചെയ്തു. ബാക്കി അയലോക്കാർക്ക് കൊടുക്കാനൊരു വിഷമം, മനോവിഷമവും. ഇനി ഇതെല്ലാവർക്കും ഉണങ്ങി വെക്കാം കേട്ടോ. മനസ്സിലായി. ശരിയല്ലേ? മനസ്സിലായി. നമുക്ക് അതേപോലെ നമുക്ക് സീസണിൽ ഇതുപോലെ കുറച്ചധികം കിട്ടാനും ഉണക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ ത്രൂ ഔട്ട് ഇയർ ഉപയോഗിക്കാം. ഒരു വർഷം മുഴുവൻ നമുക്ക് ഉപയോഗിക്കാം. വീണ്ടും തക്കാളി വരുന്ന സമയം വരെ നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചക്കയുടെ കാര്യം പറഞ്ഞാൽ, ചക്കയുടെ സീസണിൽ കിട്ടുന്നതാണ്. നമുക്കൊരു 4-5 മാസമാണ് ചക്കൊക്കെ കിട്ടുക. ആ സമയത്ത് നമ്മളിത് നമ്മുടെ ഈ മെഷീനിൽ വെച്ച് ഡ്രൈ ഓൾ സീസൺ പ്ലാവ് ഒന്നും ഇനി വെക്കണ്ട. ഈ ഒരു ഡ്രയർ മതി. നമുക്കിപ്പോൾ ചക്കയൊക്കെ ഉണക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വീട്ടിലേക്കാണെങ്കിലും ചക്കയുടെ സീസൺ അല്ല, നമുക്കിപ്പോൾ ചക്കക്കറി ഉണ്ടാക്കി കഴിക്കണം തോന്നുകയാണ്. നമ്മുടെ ഇതിൽ ഡ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് വെള്ളത്തിലിട്ട് പഴയതുപോലെ യൂസ് ചെയ്യാം. ഓക്കെ. ചക്കപ്പഴം വെള്ളത്തിലേക്ക് ഇട്ട പഴയ ഇതായി കിട്ടും. ചക്കപ്പഴം നമുക്ക് വേണമെങ്കിൽ അതുപോലെ തന്നെ കഴിക്കാം. ഒറിജിനൽ ചക്കനേക്കാളും പഴുത്ത ചക്കനേക്കാളും ടേസ്റ്റ് കിട്ടും. മധുരം കൂടുവാണ്. അടിപൊളി. പച്ചച്ചക്കയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ട്രൈ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരുപാട് പേര് പുറത്തൊക്കെയാണല്ലോ, പുറത്തൊക്കെ ചക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താ പറയാ, ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മോഹം മാത്രമായിരിക്കും. അതെ, ശരിക്കും. ഇനിയിപ്പോൾ എന്ത് സാധ്യമാണ്, എന്തും പോസിബിൾ ആണ്. നമ്മുടെ എന്തും പോസിബിൾ ആണ് വിത്ത് മെഷീൻ ഹബ്. ഓക്കെ. നമ്മളിപ്പോ ഒരു വീട്ടിൽ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു ഡ്രയർ ആവശ്യമായി. ഒരു ഡ്രയർ അത്യാവശ്യമാണ് സത്യമായിട്ടും. നമ്മുടെ ഈ കാണുന്നത് ഇത് ഉണങ്ങി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയാണ്. നമുക്കിത് വെറുതെ വെള്ളത്തിലിട്ടൊന്ന് കഴുകി കറി വയ്ക്കാം അല്ലേ? അതാണ് ഈ ഒരു സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. ഉണങ്ങി മുരിങ്ങയില ഇത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമുക്കിത് ശരിക്കും ഉണക്ക മുരിങ്ങയിലാണ് എന്ന് തോന്നുക പോലുമില്ല. ഇതിപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ടിട്ടില്ല, ഇവരുടെ ഉണങ്ങി കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന മുരിങ്ങയിലകളിലൊന്നാണ് ഇത്. ഉണക്കിയ ചെമ്മീനാണ്. എത്ര മനോഹരമായിട്ട് ഈ ഉണക്കിയ ചെമ്മീൻ ഇരിക്കുന്നത് നോക്കുക. ഒരു കളർ വ്യത്യാസം ഒന്നും വന്നിട്ടില്ല. നമുക്ക് സാധാരണ വാങ്ങുന്ന അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണങ്ങിയെടുക്കാൻ സാധിക്കും. നമ്മൾ ഈ വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ഉണങ്ങിയ ക്യാരറ്റാണ് ഈ കാണുന്നത്. ആ ക്യാരറ്റിനെ നമ്മൾ വെള്ളത്തിലിട്ടിട്ടുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളൊരു 10-15 മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ വെച്ചു. അതിന് ശേഷമുള്ള റിസൾട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇങ്ങോട്ട് ഇട്ട സുഹൃത്തെ പാത്രത്തിലേക്ക് ഒഴിക്കുക. വളരെ സിമ്പിളായിട്ട് ഉള്ള പച്ച ക്യാരറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു സംശയമില്ല. പഴയ പോലെ തന്നെ സാധാരണ ക്യാരറ്റ് ഇതുണ്ടോ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കൈ കൊണ്ട് പിച്ചുന്ന രീതിയിൽ സാധാരണ ഒരു പച്ച ക്യാരറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇത് നമ്മൾ ഈ കാണുന്ന ഉണങ്ങിയ ക്യാരറ്റ് വെള്ളത്തിലിട്ടപ്പോൾ കിട്ടിയ പച്ച ക്യാരറ്റാണ്. ഇത് വെറുതെ ഡ്രയറിൽ ഉണങ്ങിയതാണ് എന്നതാണ്. ഒരു നൂതന സാങ്കേതിക വിദ്യയില്ല. നമ്മുടെ ഈ മെഷീൻ ഹബിലെ ഡ്രയറിൽ ഉണങ്ങിയ ക്യാരറ്റാണ് കാണുന്നത്. അതേപോലെ തന്നെയാണ് ബാക്കി എല്ലാ സാധനങ്ങളും. ഇതിലേതും നമുക്ക് ഇതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇവിടെ പഴം ഉണങ്ങിയതുണ്ട്, പൈനാപ്പിൾ ഉണങ്ങിയതുണ്ട്, മുരിങ്ങയില ഉണങ്ങിയതുണ്ട്. അങ്ങനെയുള്ള എല്ലാ സ്കീമുകളും ഇവരിവിടെ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും അതിശയകരമായി തോന്നിയത് ഈ ഉണങ്ങിയ ക്യാരറ്റ് തന്നെ. നമ്മളിത് നോക്കിയത് ഈ സംഭവങ്ങളൊക്കെ ഉണങ്ങിയ ക്യാരറ്റും അതൊക്കെ കണ്ടില്ലേ, എത്ര ഒറിജിനാലിറ്റി ആയിരുന്നു അത് കിട്ടും. ഒരു മാറ്റവും ഇല്ല അത് കിട്ടുന്നത്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതല്ല ഫ്രൂട്ട്സ് കഴിച്ച് നോക്കിയതാണ്. മധുരം കൂടുകയാണ് ചെയ്യുന്നത്, മധുരം കുറയുകയല്ല, മധുരം കൂടുകയാണ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ ടേസ്റ്റി ആകുന്നു. അതുപോലെ പച്ചക്കറികളൊക്കെ നമ്മൾ ശരിക്കും ഞെട്ടിപ്പിച്ച് കളയുന്ന രീതിയിലാണ് അതിൻ്റെ ഒറിജിനാലിറ്റി നിലനിൽക്കുന്നത്. അതിൻ്റെ ഗുണമേന്മ ഒട്ടും കുറയുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ഈ ഒരു സന്ദർഭം നമുക്ക് അവസരോചിതമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഡ്രയേഴ്സ് വേണ്ടവർ നമ്മുടെ മെഷീൻ ഹബുമായി ബന്ധപ്പെടുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.